ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട്. 9 മണിയായിട്ടാ. 9 മണിക്ക് ഇറങ്ങിയേക്കണെന്ന്. കഴിഞ്ഞ ദിവസം നല്ല ട്രിപ്പ് കിട്ടിയായിരുന്നു. ഈ മാസത്തെ നല്ല ട്രിപ്പ് കിട്ടിയെന്ന് തന്നെ പറയാം. കഴിഞ്ഞ ദിവസമാണ് എനിക്ക് കിട്ടിയത്, അതായത് ഇന്നലെ. ഇന്നിപ്പോൾ ഞാൻ ഇറങ്ങിയേക്കണ ഒരു ശനിയാഴ്ച ദിവസം ഉണ്ടാ, 22-ാം തീയതി 3-ാം മാസം. ഇന്ന് എങ്ങനെയാണ് നമ്മുടെ അവസ്ഥ എന്നൊക്കെ നമുക്ക് നോക്കാടാ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ കൊച്ചി റൈഡർ. അരമണിക്കൂറായി ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. ഇനി നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം. ട്രിപ്പില്ലാതെ ഇറങ്ങാനും തോന്നണല്ല. എന്തായാലും ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് നിൽക്കാം. പതിവ് പോലെ ലെറ്റ്സ് ഗോ ടു ദ CNG പമ്പ് ആൻഡ് ഫുള്ളാക്കി ഇട്ടിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം. ഇത്ര നേരം ഞാനവിടെ പോസ്റ്റ് അടിച്ച് നിന്നിട്ടാ. അറൗണ്ട് ഒരു 3/4 മണിക്കൂറിനടുത്ത് ഞാനവിടെ നിന്നു. എനിക്ക് ട്രിപ്പ് കിട്ടിയില്ല. CNG പമ്പിൽ കയറിയിടേ നമുക്ക് ചുമ്മാ ഫോർട്ട് കൊച്ചിയിലേക്ക് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന്. കിട്ടി പണി കിട്ടി. കറണ്ട് ഇല്ല, CNG ഇല്ല. 5 മണിക്കാരുള്ളൂ കറണ്ട്. 8-ൻ്റെ പണി. അതിൻ്റെ അർത്ഥം ഇവിടെ നിന്ന് ട്രിപ്പ് അടിച്ചിട്ട് നേരെ കടവന്ത്ര, കുണ്ടന്നൂര്, അരൂര് ആ സൈഡിലൊക്കെ പോയാലേ CNG കിട്ടുള്ളൂ. മനസ്സിലായാ? 2 വട്ടം CNG ഉള്ളൂ. അപ്പോൾ ഫോർട്ട് കൊച്ചിയിലേക്ക് പോകാൻ പറ്റില്ല. നമുക്ക് കടവന്ത്ര ഭാഗത്തോട്ട് ട്രിപ്പ് കിട്ടണം, അല്ലെങ്കിൽ പെട്ടുപോകും. കടവന്ത്ര പറ്റില്ല, കുണ്ടന്നൂർ അങ്ങോട്ടൊക്കെ ട്രിപ്പ് കിട്ടിയാൽ ഓക്കെ. കേൾക്കണുണ്ടോ? ചിമ്മണി ഡാമിൽ പോയി ചായ കുടിക്കാൻ പറ്റണ്ട? ആനയൊക്കെ ഉണ്ട് അവിടെ. ഫ്രീ ആണെങ്കിൽ വാജി ബ്രോ. ട്രിപ്പില്ല എന്തായാലും, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. നമുക്ക് പോണെങ്കിൽ പോയിട്ട് വരാം. വാജി ബ്രോ അവരെയും വിളിക്കാം. എന്നിട്ട് ചിമ്മണി ഡാമിൽ പോയി ചിമ്മണി ഡാമിൽ നിന്നൊരു ചായയും കുടിക്കുക, തിരിച്ചിങ്ങോട്ട് പോരുക. ഞാനേ ചിമ്മണി ഡാമിലേക്ക് പോണേണ്. വന്നണ്ട ചായ കുടിക്കാൻ പോണേ. എന്നാ വരണില്ല, നിന്നെ കൊണ്ടുപോണില്ല. ഞങ്ങൾ പോയി പകുതി എത്തി. പെട്ടെന്ന് റെഡി ആയിക്കോ. അമ്മനെയും കൂടി അമ്മയെ വനടാന്ന് ചോദിക്കുകയാണെങ്കിൽ അമ്മനെയും കൊണ്ടുപോവാ. അമ്മേനോട് വനടാന്ന് ചോദിക്കാം. അമ്മക്ക് ഇന്ന് ലീവല്ലേ ബാങ്കില്. ഗൈസപ്പാ നമ്മുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരെ ചായ കുടിക്കാൻ പോണേ. ഊബർ ഓട്ടം തന്നില്ലെങ്കിൽ പിന്നെ നമ്മളെന്ത് ചെയ്യാം? ചായ കുടിയെങ്കിലും നടക്കട്ടെ. ഇപ്പൊ ഊബറിൽ ട്രിപ്പൊന്നുമില്ല ഗൈസ്, ഭയങ്കര ഷോണ്. ഇന്നലെ അത്യാവശ്യം ട്രിപ്പ് ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ 1 മണിക്കൂർ ഞാൻ അവിടെ നിന്നിട്ട് എനിക്ക് പോസ്റ്റ് അടിച്ചിട്ട് എനിക്ക് വട്ടായി. സത്യം പറയല വട്ടായി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ജയ്ബ്രോനെ വിളിച്ചത്. ജയ്ബ്രോ തിരക്കാണെന്ന്. ജയ്ബ്രോൻ്റെ ഓഫീസിലൊക്കെ നിറച്ച ആൾക്കാരുണ്ട്. ജയ്ബ്രോ നൈസായിട്ട് മുങ്ങി തന്നെയാണ്. ജയ്ബ്രോ അവിടെ തോളിനോളായതുകൊണ്ട് വലിയ സീനില്ല. അതെ, ജയ്ബ്രോൻ്റെ ഓഫീസാണത്. ജയ്ബ്രോ ഇവിടെ ഉണ്ടാവും. വണ്ടി കുറച്ച് ഇങ്ങോട്ട് കയറ്റി എടുത്തിട്ട്, അല്ലെങ്കിൽ മുതലാളി എന്നെ പിടിച്ചിടിക്കും. ഇടയ്ക്ക് ജയ്ബ്രോനെ കൊണ്ട് നീ എവിടെ പോകണമെന്ന് പറയും. ഇതാണ് ജയ്ബ്രോൻ്റെ പണിസ്ഥലം. അവിടെ ചെന്നിട്ട് ജയ്ബ്രോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മതി. ഞാൻ ജയ്ബ്രോനെ ഒന്ന് വിളിക്കട്ടെ. അതായത് നമുക്ക് ജയ്ബ്രോനെ പൊക്കി നേരെ ചിമ്മിണി വൈൽഡ് ലൈഫ് സാങ്ച്വറി പോയിട്ട് ഒരു കട്ടനടിക്കാം. എങ്ങനെ ഉണ്ടാവും? പൊളിയല്ലേ ഗൈസ്? ജയ്ബ്രോ അവിടെ നിന്ന് എന്നെ നോക്കണ്ടായിരുന്നു. ജയ്ബ്രോ എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് പറഞ്ഞു, വണ്ടി എടുത്ത് മാറ്റണ തെണ്ടി സാർ ഇട്ടറാ, മുതലാളി ഇട്ടറ ഇവിടെ, മുതലാളി ശീലാക്കോടാന്ന് പറഞ്ഞു. അവരെ ഞാൻ അവിടെ ബസ് സ്റ്റോപ്പിൻ്റെ അവിടെ നിൽക്കാം. ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്യും. ഇവിടെ നിന്ന് ചാടി വരട്ടെ എന്ന് പറയും. ജയ്ബ്രോന്റെ പടി ഞാൻ കളയും ഗൈസ്. പാലസ് റോഡിൽ നല്ല അടിപൊളി ലസ്സി കിട്ടും. ലസ്സി 1/2 ലിറ്റർ മേടിച്ചിടാ. ഇത് 130 റുപ്പീസ് ഉണ്ടോ 1/2 ലിറ്റർ. നല്ല ടേസ്റ്റാ. മാംഗോ ലസ്സി. ശനി ഞായർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ സ്പെഷ്യല്. പിന്നെ നോർമൽ ഡേയ്സിന് നല്ല സാധാ ലസ്സിയും പിന്നെ സ്പെഷ്യൽ ലസ്സി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നൈസാ. ജയ്ബ്രോ 1/2 മണിക്കൂറാണ്ടോ പറഞ്ഞത്. പിന്നെ എയ്തും മാക്രിയും 3/4 മണിക്കൂറാണ് പറഞ്ഞത്. ഇപ്പം ഏകദേശം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജയ്ബ്രോനെ പോയി പിക്ക് ചെയ്ത് സെറ്റ് ചെയ്യാം. നിങ്ങൾ ഇവിടെ വരുമ്പോൾ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഓരോ സംഭവം ഉണ്ടാകും. ലസ്സി അട്ടിപ്പൺ ടേസ്റ്റാണത്, ഒരു രക്ഷയില്ല. പിന്നെ ഗൈസ്, ചിമ്മിണി ഡാം അറിയാത്തവർക്ക് തൃശ്ശൂർ ജില്ലയിലാണ് ചിമ്മിണി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഉള്ളത്. ആനയും ഇതൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. ഞങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട്, പക്ഷേ എന്നെ കയറ്റി വിട്ടില്ല. കാപ്പിരിപുത്തപ്പ കാത്തോളനെ നമ്മളെ കയറ്റി വിട്ടില്ല. നല്ല മഴയുള്ള ഒരു സമയത്താണ് പോയതിട്ടാ. നമുക്ക് ഈ പ്രാവശ്യം കയറ്റി വിടുമെന്നൊന്നും അറിയില്ല.
എന്തായാലും ഇപ്പം സമയം 10:30 മണിയായിട്ടുണ്ട്. ഹലോ, ഞാനൊരു ഇൻഫർമേഷൻ അറിയാൻ വേണ്ടിയായിരുന്നു. ചിമ്മിനി ഡാം കറന്റ്ലി ക്ലോസ്ഡ് ആണോ? അത് എന്തായിരുന്നു റീസൺ? എന്തായിരുന്നു? ഹലോ ഹലോ, ഫയർ സീസൺ ആയതുകൊണ്ടാണല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ചിമ്മിനി ഡാം പണി തന്നിട്ടാ. ഞാൻ ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ കയറി നോക്കിയപ്പോൾ ടെമ്പററി ക്ലോസ്ഡ്. എന്താണ് റീസൺ എന്ന് ഞാൻ വിളിച്ചു ചോദിച്ചു ഫോറസ്റ്റിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വിളിച്ചു ചോദിച്ചാണത്. അപ്പോൾ പറഞ്ഞാൽ ഫയർ സീസൺ ആയതുകൊണ്ട് ടെമ്പററി ക്ലോസ്ഡ് ആണ്. പിന്നെ ഇനി പോകാൻ നമുക്കുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് മലയാറ്റൂർ സൈഡാണ്, നമ്മുടെ എലഫൻറ്റ് ക്യാമ്പ്. അത് ഞാൻ ഇതുവരെ പോയിട്ടില്ല. അതൊന്ന് കണ്ടിരിക്കേണ്ട സംഭവങ്ങൾ തന്നെ ഉണ്ടെന്ന്. ഓക്കെ, നമുക്കത് നോക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ മലയാറ്റൂർ സൈഡിലേക്ക് വിടാട്ടോ. അങ്ങനെ വീണ്ടും തിരിച്ച് അവളെ പിക്ക് ചെയ്യാൻ വേണ്ടി വന്നേക്കണേണ്ട. ഈ ദിവസവും അവൾ മന്നുണ്ട്. ജയ്ബ്രോ പോയി കൊച്ചിനെടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഞാൻ വണ്ടി വളച്ചിട്ട് വിടാം. അപ്പോൾ ഞങ്ങൾ 4 പേരും കൂടി എങ്ങോട്ടാണ് പോകണേന്ന് ദൈവത്തിന് അറിയാം. നിങ്ങൾ എന്തായാലും കണ്ടു. എന്തായാലും ഇന്നത്തെ ഒരു ഫാമിലി വ്ളോഗ് ആയിരിക്കോട്ടെ. ഫാമിലി ഒത്ത് ചെറിയ ട്രിപ്പ് വ്ളോഗ് അങ്ങനെ പറയാം. ഓക്കെ, എന്താ നടക്കാൻ പോണേന്ന് എനിക്കും അറിയില്ല. ജസ്റ്റ് പോകുമ്പോഴുള്ള കാഴ്ചകളും ഇന്ന് നടക്കുന്ന രസകരമായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഞാൻ പകർത്താൻ ശ്രമിക്കാം. ഓക്കെ, ഫാമിലി ട്രിപ്പായി മാറിയിട്ട ഗൈസ്. മാധവൻ്റെ അവിടെ പോയി നേർച്ച ഇട്ടിട്ടാ. കോടനാട് ഞാൻ മാപ്പ് ഇട്ടപ്പോൾ 1 മണിക്കൂർ 18 മിനിറ്റാണ് കാണിക്കണത് കോടനാട് എലിഫൻറ്റ് ക്യാമ്പിലേക്ക്. ജയ്ബ്രോ ഓൾറെഡി അവിടെ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല കേട്ടോ. ആ വഴി കൂടി പോയിട്ടുണ്ട്, ഞാൻ പോയിട്ടില്ല. ഈ ദിവസം ഇവിടെ കാഴ്ചയൊക്കെ കണ്ടിരിക്കുന്നുണ്ട്. അമ്മയുടെ അമ്മേനെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയിരിക്കണായിരുന്നു. അമ്മേനെ പിടിച്ച് വണ്ടിയിലിട്ട് നേരെ ആനനെ കാണിക്കാൻ കൊണ്ടുപോകണേണ്ട. കോടനാടാന ഈ ദിവസം എന്താ നോക്കി പറയണത്? എന്താടാ നീ പറഞ്ഞത്? എവിടെയാ പോണ നീ? 1 മണിക്കൂർ 18 മിനിറ്റ് 1:05 നമ്മ അവിടെ എത്തണത്. ഇവിടെ നിന്ന് CNG അടിക്കണം. CNG അടിച്ചിട്ട് നമുക്ക് നേരെ കോടനാടേക്ക്. എന്താണല്ലേ, ഒരു ദിവസം ഓട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ ചെയ്തോളാം. അല്ലാണ്ട് വിഷമിച്ച് മൂലക്ക് ഇരുന്നിട്ട് വല്ല കാര്യം ഉണ്ടാകും. ഇവിടെയും ബ്ലോക്കാണ്. വൈറ്റില പാലത്തിൻ്റെ മേലാണ്ടത് നല്ല ബ്ലോക്കായിപ്പോയി. CNG അടിക്കാനായി ഞാൻ കുണ്ടരുന്നൂറിന്ന് വിട്ടുപോയി. ഞാനിപ്പോൾ നമ്മുടെ ചക്കരപ്പറമ്പിലാണ് വന്നേക്കണം. അവരെ ഞാൻ അവിടെ ഇറക്കി ആ തണലെ തീർത്തി. 672 രൂപ അടിച്ചിട്ടാ ഫുള്ളാക്കിയിട്ടുണ്ട്. നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. സമയം 12 കാലമായിട്ടാ. നമുക്ക് ഔട്ട് ഓഫ് സമയമുണ്ട്. ആർക്കും ഒരു ധൃതിയില്ലാത്ത മനുഷ്യരാ. എയർപോർട്ട് വഴിയുണ്ടോ ഗൈസ് കാണിച്ചേക്കണത്. അവരവിടെ കയറി ചായയും കടിയൊക്കെ കഴിച്ചു തോന്നും. അവർ വരാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ സീ പാർക്ക് എന്ന് പറഞ്ഞ ഒരു ഫാമിലി റെസ്റ്റോറൻറ്റ് ഫുഡ് കഴിക്കാൻ കയറിയിട്ടാ. സമയമായി ഫുഡ് കഴിക്കാൻ. അതിൽ ഇൻഫ്ലേമബിൾ കാണിക്കണ കാട്ടയം കണ്ട ഭയങ്കര സീനാണ്ടോ. നമുക്ക് ആലുവഴി കട്ട് ചെയ്ത് കയറാം ഗൈസ്. സൗത്ത് കളമശ്ശേരിയിൽ നിന്നാണ് നമ്മൾ ഫുഡ് അടിച്ചത്. ഇനി ആലുവഴി കട്ട് ചെയ്ത് നമുക്ക് അങ്ങോട്ട് കാലടി പിടിക്കാം. അങ്ങനെ പോകട്ടെ, അതാ നല്ലത്. മഹിളാലയം തുരുത്ത് ബ്രിഡ്ജിൽ കൂടിയാണ്ടോ നമ്മൾ പോണത്. ഞാൻ ആദ്യമായിട്ടാണ് ഈ വഴി കൂടി പോകണേട്ടാ, സത്യം. അങ്ങനെ നമ്മൾ മഹിളാ തുരുത്ത് പാലത്തിൽ കൂടി കയറി അപ്പുറത്തെ കാലടിയിലേക്ക് പോണേണ്ട. ഇനി 23 കിലോമീറ്റർ 36 മിനിറ്റ് കാണിക്കുന്നത്. നമ്മുടെ ഈദൻ വാവീട്ടൊക്കെ വരുമ്പോൾ പതുക്കെ നിർത്തി നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതാണ് ഇങ്ങനെ ടൈം പോണത്. അപ്പോൾ വല്ല ഗസ്റ്റാ കയറിയിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ 10 മണിക്ക് കയറിയിട്ടുണ്ടെങ്കിൽ മാക്സിമം പോയ 11 കാലിന് ഇവിടെ എത്തണേ. ഇതിപ്പോൾ 5 മണിക്കൂറാണ് പോസ്റ്റ് ആയേക്കണേടാ. അതെ, ആ വീട്ടിലെ കൊക്കോയൊക്കെ പറിച്ച് തിന്നുന്നുണ്ട്. കൊക്കോ നമ്മുടെ ഈദൻ വാവ ഒന്ന് ഛർദ്ദിച്ച്, അപ്പോൾ അവൻ നിർത്തിയപ്പോൾ അതേ ഇവിടെ കൊക്കോ ഒക്കെ പറിച്ചുകൊണ്ട് പോകാനുണ്ട്. ജയ്ബ്രോ കള്ള. കോടനാടിൻ്റെ ഒരു ബോർഡും കുരിശുമുടി, മലയാറ്റൂർ കുരിശുമുടിയുടെ ഒരു ബോർഡും വെച്ചിട്ടുണ്ട് കേട്ടോ. പെരുമ്പാവൂര് നേരെ പോകാൻ പറ്റും കേട്ടോ. മൂവാറ്റുപുഴ, കോടനാട് ഇതൊക്കെ നേരെ പോവാം. ടു അപാരണ്യം, കരിക്കാട്. ഇവിടെ ഇങ്ങനെയൊക്കെ സെറ്റപ്പ് ഉണ്ടായിരുന്നല്ലേ. ഞാൻ ഇവിടെ ആദ്യമായിട്ടാണ് കേസ് വന്നത്. ജയ്ബ്രോ വന്നിട്ടുണ്ടെന്നാ പറഞ്ഞത്. തള്ളാണെന്ന് അറിയില്ല. ആനപ്പുറത്ത് കയറാൻ പറ്റുമെന്നും അറിയില്ല കേട്ടോ. നോക്കാം. എന്നിട്ട് അഭയാരണ്യമല്ല, അഭയാരണ്യം എന്നാണ്. ഗൈസ് എത്തിയിരിക്കുന്നു. വെൽക്കം. തിങ്കളവധി. ഇന്ന് തിങ്കളാഴ്ച ആണോ? തിങ്കളാഴ്ച അവധിയാണ്ടോ? അപ്പോൾ ലഘു വിൽപ്പനശാല ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്.
ഇത്ര വലിയ സെറ്റപ്പാണോ? നമുക്കിനി ഗോപ്രോയിൽ ഷൂട്ട് ചെയ്യണ്ട, നമുക്ക് ഐഫോണിൽ ഷൂട്ട് ചെയ്യാം. നല്ല വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ഇവിടെ. നൈസ്. പിന്നെ അവിടെ ഒരു കഫറ്റേരിയ ഉണ്ട്, അവിടെ ഊണൊക്കെ കിട്ടും. ഇത് ഇതിൻ്റെ പുറത്താണ്ടാ, പാസ് എടുക്കണത് അതിൻ്റെ ഉള്ളിൽ നിന്നാണ്. അപ്പോൾ അതെ ജയ്ബ്രോ പാസ് എടുത്ത് ജയ്ബ്രോ ടോയ്ലറ്റിലേക്ക് പോയി. പിന്നെ ഇവിടെ ഒരു ഫോറസ്റ്റ് സ്റ്റേഷൻ കാണുന്നുണ്ട്. ഓക്കെ, മദറിലൊക്കെ ഇങ്ങനെയൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു മാപ്പും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ നിൽക്കുന്നത് എൻട്രൻസ് യു ആർ ഹിയർ. ഇതൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമുക്ക് കയറാൻ എന്തായാലും. നോ ക്യാഷ് പേയ്മെൻറ്റ്, ഓൺലൈൻ പേയ്മെൻറ്റ് ഓൺലി. അത് കൊള്ളാം, നൈസ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് റേറ്റ്, ടിക്കറ്റ് കൗണ്ടർ. ഇവിടെ എന്തോ ഒരു സ്വിമ്മിങ് പൂളൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് ഇവിടെ തന്നെ എലിഫൻറ്റ് ക്യാമ്പ് 250 മീറ്റർ. ഇത് ബട്ടർഫ്ലൈ ഗാർഡൻ. ഇവിടെ കാണപ്പെടുന്ന സസ്യങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, മരങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും വെയിലായതുകൊണ്ടാണ്. അല്ലടാ ഈ ദിവസേ കാറ് കയറൂല. അമ്മ പറയണേ എനിക്ക് കാർ ഇങ്ങോട്ട് കയറ്റാൻ പാടില്ലായിരുന്നോ. ബെസ്റ്റ്. കുറേ മരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഡിവിഷനാണ്, ബാക്ക് സൈഡ് ഫോറസ്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനിവിടെ ഉള്ളത് റിവർ ആൻഡ് ഫോറസ്റ്റ്, റിവർ സൈഡ് വാക്കിംഗ് അല്ലേ. ഇതൊക്കെ എന്ത് മരങ്ങളാണെന്ന് ദൈവത്തിനറിയാം. മാൻ പാർക്ക്, ഡിയർ പാർക്ക്. നമുക്ക് എത്ര രൂപ വെച്ച് മേടിച്ചു ബ്രോ? ഒരാൾക്ക് 50. ഒരാൾക്ക് 50 രൂപ ഉണ്ട് എൻ്റെ എൻട്രി ഫീസ്. വാവ്, എന്ത് രസമല്ലേ. ഇതിലേക്ക് കൂടി കാറ് കയറും. ഈ വഴി കൂടി കാറ് കയറുമായിരുന്നുണ്ടാ. കാറിനൊക്കെ പോകാൻ പറ്റിയിരുന്നെങ്കിൽ വേറെ മൂടായിരുന്നു ഈ സ്ഥലം. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ക്ലാസ് കട്ട് ചെയ്തിട്ടാണ് ഇങ്ങനെ പോകുന്നത്. ഇപ്പം പണിക്ക് കയറിയപ്പോൾ പണി കട്ട് ചെയ്തിട്ട് ഇങ്ങനെ പോകാൻ തുടങ്ങി. കൊള്ളാം. ഈ അതിരപ്പള്ളിയിൽ ഒരാനമ്മ ഈ അടുത്ത് ചത്തില്ലായിരുന്നോ? അപ്പോൾ ആ നെറ്റിയിൽ ഇങ്ങനെ വലിയൊരു കുഴിയായിട്ട് ആനനെ ഇവിടെ ഉണ്ടാവും കൊണ്ടുവന്ന് ഇട്ടേച്ചത്. ലാസ്റ്റ് ഇവിടെ കിടന്നാണ് ആന മരിച്ചത്. സ്ഥലം വെറുതെ ബ്യൂട്ടിഫുള്ളാണ്ടോ. ഫാമിലി ആയിട്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമുണ്ടോ? നമ്മൾ ശരിക്കും ആ ഡാമിലേക്ക് പോകേണ്ട നമ്മളായിരുന്നു. പക്ഷേ എത്തിപ്പെട്ടത് ഇത്ര മനോഹരമായിട്ടുള്ള സ്ഥലത്താണ്. ഇങ്ങോട്ടേക്ക് ബസ് ഉണ്ടെന്ന് തോന്നണ്ട. കാരണം 2 പിള്ളേർ ഇതേടാ ബസ് വന്നടാന്ന് പറഞ്ഞ് പോകണ്ടായിരുന്നു. ബസ്സിനൊക്കെ വരാൻ പറ്റും കേട്ടോ. അപ്പം ഇങ്ങോട്ട് ദിസ് വാട്ട് ഈസ് ദിസ്? ഫോട്ടോ ഇല്ലെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇതൊക്കെ തന്നെ ചെയ്യാം. പൊളിക്കാം. അയ്യോ തലയിലോട്ട് ടാക്സി. ഒരു ടാക്സിക്കാരൻ കോടനാട് വെച്ച് തലയിൽ തേങ്ങ വീണ് മരിച്ചു. കറക്റ്റായിട്ട് വീണാനിപ്പ. അയ്യോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന സാധനത്തിൻ്റെ പേരാണ് മ്ലാവ്. ഈ സാധനത്തിന് വട്ടവടയിൽ പോയപ്പോൾ ലൈവായിട്ട് നമ്മുടെ മറ്റേ ഫോക്സ് ഇല്ലേ, റെഡ് ഫോക്സ്. അതിനെന്താ പറയണത്? റെഡ് ഫോക്സ് എന്നല്ലല്ലോ, മറ്റേ കുറുക്കന്മാർ, നരികളാ, അങ്ങനെ എന്തൊക്കെ പേരുണ്ട്. അവന്മാർ വട്ടം കൂടി ഒരെണ്ണത്തിനെ ആക്രമിച്ച് ഒരെണ്ണത്തിനെ വലിച്ച് കീറി തിന്നണ വീഡിയോ എൻ്റെ ഫെബീസ് ഹിയർ എന്ന് പറഞ്ഞ ആ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ചെറിയ വിഷ്വലൊക്കെ ഈ ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ നല്ല രീതിയിൽ ക്രൂരമായിട്ട് തിന്നണ വീഡിയോസൊക്കെ അതിൽ ഞാൻ ഇട്ടിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പിൻ ചെയ്തേക്കാട്ടാ. നിങ്ങൊന്ന് കണ്ടു നോക്കും. സീനാണ്, പാവമുണ്ടത്. കൊമ്പൊക്കെ എൻ്റെ ഈ 2 സാധനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് എനിക്ക് തോന്നണം കേട്ടോ. ഇവിടെ ചൂടെടുത്തിട്ട് ആ ചെളിയിലാണ് പോയി കിടക്കണത്. കൊള്ളാം. ഇതാണ് സാമ്പാർ ഡിയർ. ചോറും കൂട്ടി കഴിക്കാം. സാമ്പാർ. സൂപ്പർടാ, നൈസ്.
ഇത് വെറുതെ പുള്ളിട്ടാ, ഒരു രക്ഷയില്ലടാ. ഇതിന്റെ ഒരു ഫ്രെയിമെങ്കിലേ ഈ മരത്തിന്റെ അടിയിലാ ഫോട്ടോ എടുത്തപ്പ സബാഷ്. പുള്ളിമാന നമുക്ക് ഈ എറണാകുളത്തു നിന്നൊക്കെ തൊട്ടടുത്ത് കാണണമെന്നുണ്ടെങ്കിൽ ഇവിടെ തന്നെ വന്നോന്നാണ് എനിക്ക് തോന്നണത്. പിന്നെ മറ്റേ തൃപ്പൂണിത്തറയിലുണ്ടായിരുന്നു മറ്റേ ഹിൽ പാലസിൽ, അവിടെ ഇപ്പം ഉണ്ടാകുന്ന എനിക്കറിയില്ല കേട്ടോ. രാവിലെ 8 മണിക്ക് പണിക്ക് പോകാൻ വേണ്ടി ഇറങ്ങിയ ആളാണ്. ഇപ്പം അതേ ഫാമിലി ആയിട്ട് കാട്ടിൽ ബാങ്കില്ലാന്ന് പറഞ്ഞാൽ ബാങ്കിൽ പോണ ആള് ഇന്ന് ലീവായിരുന്നു. അമ്മനെയും പിടിച്ച് പൊക്കിയത്. ഇപ്പം എലിഫന്റ് ക്യാമ്പിലേക്കാണ്ടാ പോണത്. ഓ നൈസാണ് എന്തായാലും. ഇവിടെ കയറി വന്നപ്പോൾ ഇത്തിരി ചൂടുണ്ടായിരുന്നു, നല്ല കാറ്റൊക്കെ വന്നിട്ട് സൂപ്പറായിരുന്നു. ഫസ്റ്റ് ടൈമാണ് വന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ഇങ്ങനെ പോയി. ആന ആന ആനനെ കാണാൻ വന്നിണ്ടാന്ന് വെച്ചപ്പേ ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞു. ആനപ്പിണ്ടം ഇപ്പം തന്നെ വരാമെന്ന് പറഞ്ഞ ടീമുണ്ടാക്കാം. വീട്ടിൽ കുട്ടിയെ നോക്കിക്കണേ പാവം. ഒരു ദിവസം റീഫ്രഷായി കാട്ടി കൊണ്ടുപോയപ്പോൾ. അയ്യോ കുറച്ച് നടക്കാനുണ്ട് കൈസ്. ആദ്യം ആന ഡാൻസ് കളിക്കും. അമ്പോ എൻ്റെ ജയ്ബ്രോനെ അടിക്കണത്. ഇവിടെ ഹരിപ്രസാദിൻ്റെ സ്വഭാവം അത്ര ശരിയല്ലടാ. ശാന്ത സ്വഭാവക്കാരനായ എനിക്ക് അല്പം പേടിക്കുന്ന സ്വഭാവമാണെന്നാ പേടിത്തൂറിനാണെന്ന് പറഞ്ഞത്. പാർവതി ഇപ്പുറത്തുണ്ട്. അപ്പം അപ്പുറത്ത് ചേരാമുണ്ടാവും. നേരെ നോക്കാം. ഇതാരാ നിക്കണ? പാർവതി. അപ്പുറത്താരാ നിക്കണ? അമ്പട്ടൻ. ഇവിടെ ഡാൻസർ. ഇത് ഡാൻസറാണ്. അഞ്ജന. പാർവതി 23, അഞ്ജന 22. അഞ്ജന ഇത്തിരി ഡാർക്കാണ്ട. സാധനമൊക്കെ എടുത്ത് വലിച്ചെറിയോ? അഞ്ജന ആശനെ തോണ്ടുണ്ട്. ആശക്കൊരു വല്ലേ ഉള്ളൂ. വെറുതെ അല്ല, ഇത്ര പെണ്ണുങ്ങളുടെ ഒപ്പം ഒറ്റയ്ക്ക് നിൽക്കണവൻ. അവനാള് ശരിയല്ല. ആശയും അഞ്ജനയും കൂടി അല്ലേ എന്തൊക്കെ പറയണുണ്ടല്ലേ. അതിൻ്റെ ഉള്ളിൽ നിൽക്കണതാണ് ഒരു ജഗജാലി സാധനം. അമ്മോ ഇതിനാണ്ടത്. ആശ വലിയ കലിപ്പില്ലാന്നുണ്ടോ. പക്ഷെ അഞ്ജനക്കൊരു ഇളക്കമുണ്ട്. ഉണ്ടാ അഞ്ജനക്കൊരു ഇളക്കമുണ്ട്. ഈ സ്കൂട്ടത്തിൽ അഞ്ജന മോളാണ് കേട്ടോ സൂപ്പർ. അഞ്ജന മോള് വീഡിയോ എടുക്കണ കാണുമ്പോൾ ഡാൻസ് കളിക്കും, പാട്ട് പാടും, ചീറ്റിക്കും എല്ലാം ഉണ്ട്. പിന്നെ അപ്പി ഇട്ടിട്ടാ. ആശ മോളെ എന്താണ് ഈ കാണിക്കണം? ആശക്ക് കുഴപ്പമില്ല, പക്ഷെ അഞ്ജനക്ക് ചെറിയൊരു ഇളക്കമുണ്ട്. അത് ആ പ്രായത്തിൻ്റെ ആയിരിക്കും. ഇവന്മാർക്ക് ഇഷ്ടപ്പെടാൻ കേട്ടാ വായി നോക്കിക്കണത്. ഓളാ അപ്പുറത്തൊരു അമ്മാവനെ നിൽക്കണ്ട്. അമ്മാവൻ തലയിൽ എന്തൊക്കെ വാരിക്കൂരിട്ടേക്കണ. അമ്മാവൻ എന്താ അമ്മാവനല്ലട്ടാ, അമ്മാവിയാണ്. ചന്ദ്രു എന്നാ പേര്. ചന്ദ്രു അമ്മാവനാണ്. 49 വയസ്സ്. അയ്യോ ഹരിപ്രസാദിൻ്റെ ഏജ് നോക്കി 51. കൂട്ടത്തിൽ അമ്മാവൻ ഇതാണ്ടാ. പക്ഷേ ഒരു ചുള്ളനായ അമ്മാവൻ അല്ലേ. പക്ഷെ ഇവിടെ വരുമ്പോൾ നിങ്ങൾ നോക്കണോട്ടാ, ഏതൊക്കെ വഴി കൂടിയാണ് ആനയൊക്കെ വന്നേന്നറിയില്ല. ഞാനിപ്പോൾ നമ്മൾ വന്ന വഴി കൂടി ആന വന്നെയാണ് നോക്കിയപ്പോൾ അന്ന വരാണ്ട സെറ്റ്. ആശമോൾക്ക് ഭക്ഷണമായിട്ട് ലവർ എത്തിയിട്ടാ. അത് ഏത് പ്രസാദാണെന്ന് അറിയില്ല. ആശമോൾക്കല്ല കേട്ടാ, അവനെ തിന്നാനാണ്. അച്ഛൻ നൈസായിട്ട് പോണേന്ന് കാലിൽ ചങ്ങലേന്ന് ഇട്ടിട്ടില്ലടാ. ബ്രോ ഇത് കൊറ്റടിക്ക് അവൻ തറപ്പിച്ചോ. ഞാൻ നോക്കിയപ്പോ ജയ്ബ്രോ ഒക്കെ തൊട്ടടുത്ത് കൂടി നടക്കണം. എൻ്റെ പൊന്നെ എന്ത് ധൈര്യത്തിലാണ്. പക്ഷെ എൻ്റെ കാലിലൊരു സാധനം വെച്ചിട്ടുണ്ട് പാപ്പാൻ. കണ്ടാ, എനിക്ക് തന്നെ അതിൻ്റെ അടുത്തേക്ക് പോകാൻ പേടിയാണ്. കാലിലൊരു സാധനം വെച്ചിട്ടുണ്ടോ? കണ്ടോ വയസ്സ്? കണ്ടാ കാലിൽ തോട്ടി വെച്ചിട്ട് പോയേക്കണ്ട. അനങ്ങാതിരിക്കാനാണ്. അവിടെ നിന്ന് അനങ്ങി കഴിഞ്ഞാൽ അടി കിട്ടുവാനായിട്ട്. അമ്മ മേടിച്ചിട്ടാ. അമ്മ പറഞ്ഞ വാ നമുക്ക് പോവാന്ന്. കാരണം ഇതിന് ചങ്ങലിട്ടിട്ടില്ലല്ലോ. ചങ്ങലിടാൻ പോകണുള്ളൂ കേട്ടോ.
ചങ്ങലിട്ട് ഞാനപ്പോൾ തിരിച്ച് പുറത്തേക്കുള്ള വഴിയിലൂടെ പോണേണ്ട. നോക്കിയപ്പോൾ അതേ ബാക്കിൽ വലിയ സാധനം അല്ലേ, സുനിതേ മാഷമ്മനുണ്ട് പുറകിൽ. കൊള്ളാട്ടാ, ഓടിക്കഴിഞ്ഞ ഒരു ഓട്ടം ഉണ്ടാവും. ചെതറിയായിരിക്കും ഓടുന്നത്, എന്നെ കിട്ടൂല. അവരാദ്യമേ ഓടി. ആനയുടെ സ്പീഡ് കൂടി. ആന സ്പീഡ് കൂട്ടി. മതി ഇത് കാട്ടിലുള്ള ആനയല്ല കേട്ടാ, കാട്ടിൽ നിന്ന് മരിക്ക് പിടിച്ച് കോടനാട് കൊണ്ട് നിർത്തിയേക്കണ ആനേട്ടാ. സെറ്റ് അല്ല, ഇവിടെ ഏർമാടുണ്ട് കേട്ടോ. അതിൻ്റെ മേളിൽ കയറിയുന്ന കുളിസിന്ന് നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. ആന റോങ് സൈഡ് കയറി പോയിട്ടാ, റോങ് ടേൺ എടുത്തു ആന വഴി കയറിപ്പോയി. ഉണ്ടാ കുളിപ്പിക്കാൻ കൊണ്ടുപോണെയാണ്. നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നുണ്ടാ. ബാക്കിൽ ആന ഇത്തിരി സീനാട്ടാ. സുനിതയാണെന്ന് തോന്നുന്നത് സീൻ. പാർക്കിൽ കണ്ടപ്പോൾ പാർക്കിലിരുന്നിട്ടാ നമുക്ക് ആനയുടെ കുളിയൊക്കെ ഒന്ന് കണ്ടിട്ടൊക്കെ വരാം. ഉണ്ടാവും വേറെ മൂടല്ലേ. അപ്പുറത്താ ആനക്ക് പോകാനുള്ള വഴിയായിരുന്നു കേട്ടാ, ഇപ്പുറത്താണ് നമുക്ക് പോകാനുള്ള വഴി. സെറ്റ്. ഇവിടെയാണല്ലേ സ്ഥലം. മച്ചാനല്ല കേട്ടാ, മച്ചാത്തിയാണ്. ചങ്ങല ശരിക്കും ടൈറ്റാണ്. ആന മുങ്ങാൻ പോണേ. ആന വെള്ളത്തിൽ മുങ്ങണെന്ന് കേട്ടിട്ടുണ്ടോ? അത് ഇപ്പൊ കാണാം. ഓ ഇരിക്കണോ ഇരുന്ന്. നൈസ്. രണ്ടും ഇരുന്നിട്ടാ. ഇരുന്നിട്ടൊരു കിടപ്പ. സീന് രണ്ടും കിടന്ന് പൊള്ളി. പുള്ളി സീൻ കാണേണ്ട. ഊനാലായിരുന്നു ബെസ്റ്റ്. എടാ നിന്റെ കൊച്ചൊക്കെ വട്ടായി തോന്നേ. അതെ മരത്തിന്റെ മേലിലേക്ക് ഒരു എത്തി ഊനാലാണ്. നല്ല അടിപൊളി മഴ പെയ്യാൻ പോണ്. കിട്ടില്ല മഴക്കാരി. എല്ലാരും ഓടി. അയ്യോ ഇത് ചാട്ട വേണ്ടി പോയി. അങ്ങനെ ഒരു ടീമിന്റെ പുറകെ അങ്ങോട്ട് പോയപ്പോ അവര് ടോയ്ലറ്റിലോട്ടാ കയറിയത്. പെട്ടുപോയി. ഇവിടെ കയറി ചായ പിടിക്കാം, കാരണം മഴ പെയ്യാണ്. കൊച്ചിന്റെ തലയിലും വല്ല ചുള്ളിക്കൊമ്പ് വീണ സീനാവും. കാപ്പി വേണമെന്ന് പറ. കാപ്പി. എന്റെ പൊന്ന് ഗൈസ്, കൊടുങ്കാറ്റ് ഭയങ്കര സീനാണ്ടാ. നല്ല അടിപൊളി കാറ്റ്. മോനെ ഭയങ്കര കാറ്റായി പോട്ടത്. എന്റെ പൊന്നെ ചീത്ത ട്രിപ്പ്. അപ്പൊ പെട്ടെന്ന് ജയ്ബ്രോ അതെ അതിന്റെ അവിടെ മൊത്തം പുഴു തൂങ്ങി കിടക്കണ്ട്. നീക്കി അതെ പൊന്നോ ഗൈസ്. നമ്മ വണ്ടി പാർക്ക് ചെയ്ത സ്ഥലത്ത് കുറെ മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പെയ്താണ്. അടുത്ത മാസം ഇൻഷുറൻസ് ആണ്. ഇതുവരെ ക്ലെയിം ചെയ്തിട്ടില്ല. ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള ഓപ്ഷൻ മരം കൊണ്ടൊന്നും തരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ ഇറങ്ങി ഇവിടെ നിന്ന്
ഞാൻ ആ മരത്തിൻ്റെ സീൻ ആലോചിച്ചപ്പേ ഒരു ഓട്ടോടി വണ്ടി കിടക്കണത് മരത്തിൻ്റെ അടിയിലാണല്ലോ എന്ന് വെച്ചിട്ട്. കാരണം ചുള്ളിക്കമ്പുകളൊക്കെ വീണുകൊണ്ട് തന്നെ ഇരിക്കണേ. എല്ലാ കമ്പും ഒടിഞ്ഞ് കിടക്കണേ. ദൈവമേ ഒന്നും പറ്റരുതേ. അയ്യോ കാറ്റേ, നീ ഇപ്പോൾ വരല്ലേ. അയ്യോ തലയിലോട്ട് വന്ന് വീഴുക. ഓമ്മയ്ക്കോട് നോക്കി കാറ്റ് നോക്കി. ഷോർട്ട് ഇട്ട് കയറി പോവാം. എൻ്റെ പൊന്നെ ഭാഗ്യം മുളയുടെ അടിയിലാണ് കൊണ്ട് ഇട്ടേട്ടാ. ഞാൻ ആ സൈഡിലാണെന്ന് വിചാരിച്ചു. മനസ്സിലായ വലിയ സീനില്ലട്ടാ. ചെറിയ ചെറിയ കമ്പുകളൊക്കെയാണ് ഉണ്ടായിരുന്നത്. എൻ്റെ കലിപ്പില്ല. ഹൈസ് അങ്ങനെ കൊടും ഭീകരമായ ക്ലൈമറ്റ് കണ്ടപ്പോൾ ഞങ്ങൾ നൈസായിട്ട് ചാടി പുറത്തിറങ്ങിയിട്ടാ. എൻ്റെ അമ്മു 3:47 ആയിട്ടുള്ളൂ. പക്ഷെ ആ ചേച്ചി പറഞ്ഞ് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞായറാഴ്ച മുതൽ നല്ല കാറ്റും മഴ ഉണ്ടായിരുന്നു. ഈ ആലുവയിൽ നിന്നും കോടനാടേക്ക് ബസ്സുണ്ട് ഇട്ടാ. മെട്രോ സ്റ്റേഷനിൽ നിന്ന് വേണ്ടാ ബസ്സുണ്ട്. ഞാൻ പറയില്ലേ ബസ്സുണ്ടെന്ന്. ഇതാണ് സംഭവം. എൻ്റെ അമ്മോ ഇനിയിപ്പോൾ ബസ് കിട്ടിയില്ല. അതുണ്ടെങ്കിൽ എൻ്റെ വണ്ടി വിളിച്ചോട്ടാ. വണ്ടി വിളിക്കേണ്ട നമ്പർ ഞാൻ ഇവിടെ കൊടുത്തേക്കാം. സെറ്റ് ഗൈസ്. ഗൈസ് നല്ല കിടിലം മഴ പെയ്തിട്ടാ. ഞാൻ കുറച്ചു നേരം നിർത്തിയിട്ട്. നല്ല കാറ്റായിരുന്നു, ഒരു രക്ഷ ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചു നേരം നിർത്തിയിട്ട് സീൻ. ഗൈസ് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീനൊക്കെ നമ്മുടെ കൊച്ചി റൈഡർ എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലുണ്ട് കേട്ടോ. അതിൽ ഞാൻ സ്റ്റാറ്റസ് ഇടും. അപ്പോൾ കയറി ഒന്ന് ഫോളോ ചെയ്തേക്കിട്ടാ. ഇതമ്മാവ കബൂറായി തുടങ്ങി. അവന് പാട്ട് പാടി കൊടുക്കേണ്ടി വരും. കുഞ്ചിയമ്മ കഞ്ചു മക്കളാണേ, അഞ്ചാമനോ മന കുഞ്ചുവാണേ, പഞ്ചാര വിറ്റു നടന്ന കുഞ്ചു, പഞ്ചാര കുഞ്ചു എന്ന പേര് വന്നു.